ഹലോ ഗൈസ്, ഇറാൻ യുദ്ധം സംഭവിച്ചാൽ ഇന്ത്യക്കാരായ നമ്മൾക്ക് നേരിടേണ്ട ഭവിഷ്യത്തുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം ചിലപ്പോൾ ചിന്തിച്ചു പോകും, അതൊരു അറബി രാജ്യമല്ലേ, അത് നശിച്ചാൽ നമ്മൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന്. എന്നാൽ ഇറാനിൽ ഒരു യുദ്ധം നടക്കുകയും ഇറാൻ നശിക്കുകയും ചെയ്താൽ നമ്മൾ ഓരോരുത്തരും നേരിടേണ്ട വിപത്തുകളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്നാൽ ഇറാനിൽ വലിയ ഒരു യുദ്ധം നടക്കുകയും ഇറാൻ നശിക്കുകയും ചെയ്താൽ ഇന്ത്യ എന്ന ഒരു ചെറു രാജ്യത്തെ സംബന്ധിച്ച് കേവലം മറ്റൊരു രാജ്യത്തിൻ്റെ പ്രശ്നം എന്നുപരി നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒന്നാണ്. ഇറാൻ ഒരു അറബി രാജ്യമല്ല, എങ്കിലും അതൊരു പേർഷ്യൻ രാജ്യമാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പല താൽപ്പര്യങ്ങളും ഇറാനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇറാനിലെ പ്രതിസന്ധി ഇന്ത്യയെ ബാധിക്കുന്നത് വിശദമായി നോക്കാം. 1. ഇന്ധനവിലയും പണപ്പെരുപ്പവും. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നാണ്. ഇറാനിൽ യുദ്ധം നടന്നാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട കപ്പൽപാതയായ ഹോർമോസ് കടലിടുക്ക് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയിൽ പെട്രോൾ വില കുത്തനെ ഉയരാൻ കാരണമാകും. അതായത് ഇന്ധനവില കൂടിയാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കും. 2. ജബ്ഹാർ തുറമുഖം. ജബ്ഹാർ പോർട്ട്. ഇന്ത്യ ഇറാനിൽ നിക്ഷേപം നടത്തി നിർമ്മിച്ച ഒന്നാണത്. ജബ്ഹാർ തുറമുഖം പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും സെൻട്രൽ ഏഷ്യ ഇന്ത്യക്ക് വ്യാപാരം നടത്താനുള്ള ഏക വഴിയാണിത്. ഇറാൻ തകരുകയോ യുദ്ധത്തിൽ പെടുകയോ ചെയ്താൽ ഇന്ത്യയുടെ ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവും തന്ത്രപ്രധാനമായ വ്യാപാരവും ഇല്ലാതാകും. 3. വ്യാപാരവും കയറ്റുമതിയും. ഇന്ത്യയിൽ നിന്നും വലിയ തോതിൽ ബസുമതി അരി, ചായ, മരുന്നുകൾ എന്നിവ ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. യുദ്ധം ഉണ്ടായാൽ ഈ വിപണിയും ഇന്ത്യക്ക് നഷ്ടമാകും. ഈ തകർച്ച ഇന്ത്യയിലെ കർഷകരെയും വ്യാപാരികളെയും നേരിട്ട് ബാധിക്കും. 4. പ്രവാസികളുടെ സുരക്ഷ. ഇറാനിലും അയൽ രാജ്യങ്ങളിലുമായി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. യുദ്ധം പടർന്നാൽ അവരുടെ സുരക്ഷയും അവതാളത്തിലാകും. ഒരുപാട് കമൻറ്റുകളിൽ ഇറാൻ നശിക്കട്ടെ എന്നുള്ള കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഒരു അറബി രാജ്യം അല്ലാത്തതുകൊണ്ട് ഇന്ത്യക്ക് പ്രശ്നമില്ല എന്ന് കരുതാൻ കഴിയില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ.